ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ വസുന്ധരാമയും ഐശ്വര്യയും കൂടി കമ്പനിയിലേക്ക് പോവുകയാണ്. ഐശ്വര്യ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നു. കൂടെ വസുന്ധരാമയും ഉണ്ടായിരുന്നു. വസുന്ധരാമയാണെങ്കിൽ ഐശ്വര്യയോട് പറയുന്നുണ്ട്, മോള് കമ്പനിക്കാണെങ്കിൽ നല്ല നേട്ടം ഉണ്ടാക്കണം, ശ്യാമയെക്കാട്ടിൽ നേട്ടം ഉണ്ടാക്കണം, എങ്കിൽ മാത്രമേ എനിക്ക് അഭിമാനം ഉണ്ടാകത്തുള്ളൂ എന്നൊക്കെ പറയുന്നു. ഐശ്വര്യ അപ്പോൾ പറയുന്നുണ്ട്, അമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്നൊക്കെ. ഐശ്വര്യ കാറിലിരിക്കുന്ന സമയത്ത് അഖിലിനെയും ശ്യാമയും വെളിയിൽ കാണുന്നു. ഉടനെ തന്നെ വണ്ടി നിർത്താൻ പറയുന്നു. അതിനുശേഷം വസുന്ധരാമയോട് പറയുന്നുണ്ട്, അമ്മയ്ക്ക് സന്തോഷമുള്ള ഒരു കാഴ്ച കാണാൻ അങ്ങോട്ട് നോക്കാൻ പറയുന്നു. വസുന്ധരാമ അപ്പോൾ അഖിലിനെയും ശ്യാമയും കാണുന്നുണ്ട്. വസുന്ധരാമയ്ക്ക് അത് കാണുമ്പോൾ സങ്കടമാകുന്നുണ്ട്. വസുന്ധരാമ പറയുന്നുണ്ട്, എൻ്റെ മകനാണെങ്കിൽ ഈ അവസ്ഥ വരാൻ കാരണം ശ്യാമയാണെന്നൊക്കെ. അതിനുശേഷം രണ്ടുപേരും അഖിലിന്റെ ശ്യാമയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ശ്യാമയോടാണെങ്കിൽ 1 കിലോ ഓറഞ്ച് വേണമെന്ന് പറയുന്നു. ശ്യാമയും അഖിലുമാണെങ്കിൽ അമ്മയെ കണ്ടിട്ട് ഞെട്ടിപ്പോവുകയാണ്. ശ്യാമയാണെങ്കിൽ 1 കിലോ ഓറഞ്ചിന്റെ വിലയൊക്കെ പറയുന്നുണ്ട്. വസുന്ധരാമയാണെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുക്കുന്നു. ശ്യാമ അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് എക്സ്ട്രാ പൈസയൊന്നും വേണ്ട, അത് പാവങ്ങൾക്ക് കൊടുത്താൽ മതിയെന്നൊക്കെ. ഐശ്വര്യക്ക് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. ഐശ്വര്യ അപ്പോൾ പറയാണ്, ഇവൾക്ക് ഇത്ര ഗതികേടായിട്ടും അഹങ്കാരത്തിന് ഒരു കുറവുമില്ലല്ലോ എന്നൊക്കെ. ശ്യാമ അപ്പോൾ പറയാണ്, ഞങ്ങൾക്കിപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, കച്ചവടം നന്നായിട്ട് നടക്കുന്നുണ്ട്, ഞങ്ങളുടെ രണ്ടുപേരെയും പൈസ ബാങ്കിലിട്ടാലും എപ്പോൾ വേണമെങ്കിലും പോയി എടുക്കാം, ആരും അത് ബ്ലോക്ക് ചെയ്യത്തുമില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ പറയുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അഹങ്കരിക്കാമെന്നൊക്കെ ശ്യാമ പറയുന്നു. ആ സമയത്ത് വസുന്ധരാമയാണെങ്കിൽ ഐശ്വര്യയെ ചേർത്ത് പിടിച്ചിട്ട് വലിയ അഭിമാനത്തോടെ പറയാണ്, ശ്യാമയുടെ പോസ്റ്റിലേക്ക് ഇന്നു മുതൽ ഐശ്വര്യ ജോയിൻ ചെയ്യാൻ പോകുകയാണെന്ന്. ശ്യാമയ്ക്ക് വേണമെങ്കിൽ കമ്പനിയിലെ തൂപ്പുകാരിയായിട്ടൊക്കെ ജോലി ഇവൾ തരുമായിരിക്കുമെന്നൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോൾ അഖിലിന് ദേഷ്യം വരുന്നുണ്ട്. അഖിലപ്പോൾ പറയാണ്, തൂപ്പുകാരിയുടെ ജോലിക്ക് വരാൻ വേണ്ടി കമ്പനി ഉണ്ടെങ്കിലല്ലേ ഇവരാണ് ആ കമ്പനിയിൽ ഇരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ആ കമ്പനി നശിപ്പിച്ചിട്ടുണ്ടാകുമെന്നൊക്കെ പറയുന്നു. കമ്പനി ഇല്ലാതെ വന്നാൽ ഇങ്ങോട്ട് വന്നാൽ മതി, ജോലിയൊക്കെ എല്ലാവർക്കും തരാമെന്നൊക്കെ പറയുന്നു. ശ്യാമ അപ്പോൾ പറയുന്നുണ്ട്, ഞാനും അഖിൽ സാറും ഒരുപാട് കഷ്ടപ്പെട്ട കമ്പനിയാണ്, ആ കമ്പനി നശിപ്പിക്കരുതെന്നൊക്കെ ഐശ്വര്യയോട് പറയാണ്. പിന്നീട് ഐശ്വര്യ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നു. ഐശ്വര്യ ചെയറിലൊക്കെ ഇരുത്തിയതിനു ശേഷം ആനന്ദവർമ്മയും വസുന്ധരാമയും അവിടെ നിന്നും പോകുന്നു. ആനന്ദവർമ്മയാണെങ്കിൽ ഐശ്വര്യയോട് പറയുന്നുണ്ട്, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് ഐശ്വര്യക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ജിഎമ്മിനോട് ചോദിച്ചാൽ മതി എന്നൊക്കെ പറയാണ്. അതിനുശേഷം ആനന്ദവർമ്മ പോകുന്നത് അഖിലിന്റെ ശ്യാമയുടെ അടുത്തേക്കാണ്. അഖിലിനോട് ശ്യാമയോട് പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ കമ്പനിയിൽ ഇരുന്നിട്ട് ഒരു സമാധാനവും കിട്ടിയിട്ടില്ല, ഐശ്വര്യ ഇന്ന് അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട് ശ്യാമയുടെ പോസ്റ്റിലേക്ക്, അതുകൊണ്ട് കുറച്ച് മനസ്സമാധാനത്തിന് വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറയുന്നു. ശ്യാമയോട് പറയുന്നുണ്ട്, മോളുടെ കൈകൊണ്ട് എന്തെങ്കിലും എനിക്ക് കഴിക്കാൻ തരാനെന്ന്. ശ്യാമ അപ്പോൾ ഓറഞ്ച് കൊടുക്കുന്നു. ആനന്ദവർമ്മയ്ക്കപ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു. ആനന്ദവർമ്മയാണെങ്കിൽ ഓറഞ്ച് 2 പേർക്കുമായിട്ട് വായിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യയാണ്. കമ്പനിയിൽ GM ആണെങ്കിൽ കുറെ ഫയൽ സൈൻ ചെയ്യാൻ വേണ്ടി ഐശ്വര്യയുടെ അടുത്ത് കൊണ്ടു ചെല്ലുന്നു. ഐശ്വര്യ അപ്പോൾ പറയുന്നുണ്ട്, ഇതിലൊന്നുമല്ല ഞാൻ സൈൻ ചെയ്യാൻ പോകുന്നത്, ഒരു ടെർമിനേഷൻ ലെറ്ററിലാണ്, അത് ഉടനെ തന്നെ റെഡിയാക്കണം, അരവിന്ദനെ ഇവിടെ നിന്നും പറഞ്ഞു വിടാൻ പോവുകയാണെന്ന് പറയുന്നു. GM അപ്പോൾ ചോദിക്കുന്നുണ്ട്, സാറിനോട് കൂടി ചോദിച്ചിട്ട് പോരെന്ന്. ഐശ്വര്യ അപ്പോൾ പറയാണ്, ആരോടും ചോദിക്കേണ്ട, ഇത് എൻ്റെ തീരുമാനമാണെന്ന്. അരവിന്ദനെ ഐശ്വര്യയുടെ അടുത്തേക്ക് വിളിപ്പിക്കുന്നു. അരവിന്ദനോട് ചോദിക്കുകയാണ്, വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നെന്ന്. ഐശ്വര്യയോട് അരവിന്ദ് അപ്പോൾ പറയുന്നുണ്ട്, മേഡത്തിന് എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ എന്നൊക്കെ. ഐശ്വര്യ ഒരു ലെറ്റർ കയ്യിലേക്ക് കൊടുക്കുന്നു. അരവിന്ദ് ആണെങ്കിൽ ആ ലെറ്റർ തുറന്ന് വായിക്കുമ്പോൾ ഷോക്ക് ആകുന്നു. ഐശ്വര്യ അപ്പോൾ പറയാണ്, തൻ്റെ സേവനം ഈ കമ്പനിക്ക് ഇനിയും ആവശ്യമില്ലാന്ന്. അത് കേൾക്കുമ്പോൾ അരവിന്ദനാണെങ്കിൽ ഒരുപാട് സങ്കടമാകുന്നു. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്